എല്ലാവർക്കും നമസ്കാരം. സുഹൃത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അത് ക്യാമറയ്ക്കൊക്കെ വേണ്ടിയാണ് നമ്മൾ ഡ്രൈ ക്യാബിനറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ഡ്രൈ ക്യാബിനറ്റ് എന്താണെന്നല്ലേ, അപ്പോൾ നമ്മുടെ ക്യാമറയിൽ ഉണ്ടാകുന്ന ഫംഗസ് അതൊക്കെ വരാതെ നമ്മുടെ ക്യാമറേനെ ലെൻസിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു ക്യാബിനാണ്, ഒരു ബോക്സാണത്. അത് നമുക്ക് അതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് നേരെ കിടക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷയോടെ തന്നെ നേരെ വീട്ടിലോട്ട് പോകാം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മളിപ്പോൾ വാങ്ങിയ ജെനി എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ AD30S എന്ന് പറഞ്ഞൊരു മോഡലാണ് വാങ്ങിയത്. അതായത് 30 ലിറ്ററിൻ്റെ ഒരു ബേസ് മോഡലുള്ള ഒരു ക്യാബിനാണ് വാങ്ങിയത്. ഇപ്പോൾ ഇതിൻ്റെ വെയിറ്റ് ഒരു 6.5 കിലോ ആണ് നെറ്റ് വെയിറ്റ് വരുന്നത്. നമുക്ക് ഒരു ക്യാമറയും അതിൻ്റെ ലെൻസൊക്കെ സൂക്ഷിക്കാൻ ഈ ഒരു ക്യാബിൻ മതിയാവും. നമുക്കെന്തായാലും തന്നെ ഇതിൻ്റെ കവർ നമുക്ക് പൊട്ടിച്ച് നോക്കാം. നമ്മൾക്ക് ഡ്രൈ ക്യാബിനറ്റ് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും. ഒരുപാട് വെറൈറ്റി മോഡല് പല വലുപ്പത്തിലുള്ള സാധനങ്ങൾ വാങ്ങാൻ കിട്ടും. ഒരു 5000-6000 റേഞ്ച് സ്റ്റാർട്ടിങ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ വാങ്ങിയ സാധനത്തിന് ഒരു 5900 രൂപ വില വരുന്നുണ്ട്. ഒരു ബേസ് മോഡൽ മാത്രമാണിത്. ഇനി നമുക്ക് ഈ ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ ബോക്സിന് ഒരുപാട് കോമ്പണൻസ് ഒന്നും ഇല്ല. സാധാരണ ഒരു ചെറിയ ബോക്സും അതിൻ്റെ ഹ്യൂമിഡിറ്റിയും അതുപോലെ തന്നെ ടെമ്പറേച്ചറും കൺട്രോൾ ചെയ്യുന്ന ഒരു കൺട്രോൾ പാനലും മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ കുഞ്ഞൻ ഡ്രൈ ക്യാബിനറ്റ്. ഒരു ക്യാമറയും അതിന് 2 ലെൻസൊക്കെ സൂക്ഷിക്കാൻ മാത്രമൊരു കപ്പാസിറ്റി മാത്രമേ ഇതിനുള്ളൂ. ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് പവർ സപ്ലൈയും അതുപോലെ തന്നെ എൻ്റെ എക്സ്ഹോസ്റ്റ് സംവിധാനമൊക്കെ ഉള്ളത്. ഒരു 5 വോൾട്ട് മാത്രമാണ് ഇതിന് വേണ്ടത്. നമ്മളിത് ഫുൾ ടൈം ചാർജ് കറണ്ടിൽ കൊടുത്തുകൊണ്ടിരിക്കണം, ഓഫ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ എന്തെങ്കിലും ഡാമേജൊക്കെ പറ്റിക്കഴിഞ്ഞാൽ സർവീസിന് കൊണ്ടുപോകുമ്പോൾ ഈ കാണുന്ന ഈ പോർഷൻ മാത്രം ഊരിക്കൊണ്ട് പോയാൽ മതിയാവും. നമുക്ക് ഈ ബോക്സ് മുഴുവനോട് കൊണ്ടുപോകേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഇതിൻ്റെ ഡോറ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിനകത്ത് എന്തൊക്കെ സംവിധാനങ്ങളുണ്ട്, എന്തെല്ലാം സൗകര്യങ്ങളുണ്ടെന്ന് നോക്കാം. നമ്മൾ ഈ ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 ലെയറായിട്ട് 2 തട്ട് കാണാൻ പറ്റും. അത് നമ്മുടെ ക്യാമറയും ലെൻസിൻ്റെ ഹൈറ്റൊക്കെ നോക്കി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും കൂടി പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു LED ഡിസ്പ്ലേ കൂടിയുണ്ട്. ഇതുവഴി നമുക്ക് ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനുള്ളിൽ ഒരു LED ലൈറ്റ് കൂടിയുണ്ട്. അതിൻ്റെ ബട്ടൺ നമ്മുടെ ഫ്രണ്ടിൽ തന്നെയുണ്ട്. നമുക്കിതിന് പവർ കൊടുക്കാം. അതിൻ്റെ അഡാപ്റ്ററും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ കവറിനകത്താണ് ഉള്ളത്. അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻ മാനുവൽസും ഇതിനുണ്ട്. അപ്പോൾ ഒരുപാട് ഇൻസ്ട്രക്ഷനൊന്നും ഇല്ല. നമുക്ക് നോക്കുമ്പോൾ നമ്മളിതിൻ്റെ ഹ്യൂമിഡിറ്റി സെറ്റ് ചെയ്യുന്ന സമയത്ത് 45 to 55, അതായത് 45 to 55 സെറ്റ് ചെയ്താൽ മാത്രം മതിയാകും. അതാണ് ക്യാമറയ്ക്ക് പറ്റിയ ഏറ്റവും നല്ലൊരു ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. ഇതൊരു 5 വോൾട്ടിൻ്റെ അഡാപ്റ്ററാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഡ്രൈ ക്യാബിൻ നമുക്ക് ലോക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൂടിയുണ്ട്. ഡ്രൈ ക്യാബിൻ മൊത്തത്തിൽ നല്ല മെറ്റൽ ബോഡിയാണ്. അതുപോലെ തന്നെ ഗ്ലാസ് ഒക്കെ നല്ല ബലമുള്ള ഗ്ലാസ് ആണ്. അപ്പോൾ നമ്മുടെ ക്യാമറ സേഫായി നമുക്ക് ലോക്ക് ചെയ്തിട്ട് എങ്ങോട്ടൊക്കെ പോകാനൊക്കെ പറ്റും. ഇനി നമുക്കിതിന് പവർ കൊടുക്കാം. ഇതിന് പവറിൻ്റെ പിന്ന് കൊടുക്കേണ്ട ഓപ്ഷൻ ബാക്കിലാണ് ഉള്ളത്. ഇതാണ് പവർ സപ്ലൈ കൊടുക്കേണ്ട പിന്ന്. ഇത് കുത്തിക്കഴിഞ്ഞ് നമ്മൾ അഡാപ്റ്റർ കറണ്ടിൽ കുത്തി ഓൺ ചെയ്താൽ മാത്രം മതി. നമ്മൾ ആദ്യം പവർ സപ്ലൈ കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഹ്യൂമിഡിറ്റി ഇതുപോലെ 93ഉം അതൊരു ടെമ്പറേച്ചർ 27ഉം കാണിക്കും. ഈ ഹ്യൂമിഡിറ്റി നമ്മൾ മാത്രം നോക്കിയാൽ മതിയാവും. ഒരു 45 ആയതിനു ശേഷം മാത്രമേ നമ്മുടെ ക്യാമറ അതുപോലെ തന്നെ നമ്മുടെ സ്മാർട്ട് വാച്ചുകളോ എന്തെങ്കിലും നമ്മൾ ഈ ക്യാബിനകത്ത് വെക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇപ്പം 92 ആയിട്ടുണ്ട്. ഇത് ഡൗൺ ആയി വരും. നമ്മൾ സെറ്റ് ചെയ്യേണ്ട ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ ഓപ്ഷൻ ഉണ്ട്. ഇതിലിപ്പോൾ ഒരു LED ലൈറ്റ് കൂടിയുണ്ട്. അത് നമുക്ക് രാത്രി ഒരുപാട് ഉപകാരപ്പെടുന്നുണ്ട്. ക്യാമറ എടുക്കുമ്പോഴും വെക്കുമ്പോഴൊക്കെ നമുക്ക് ലൈറ്റ് ഓട്ടോമാറ്റിക് ലൈറ്റ് അല്ല, നമ്മൾ ഈ ബട്ടൺ ഞെക്കിയാൽ മാത്രമേ ലൈറ്റ് കത്തുള്ളൂ. അത് തന്നെയാണ് അതിൻ്റെ ഓഫ് ബട്ടണും. ഇപ്പം നമ്മുടെ ഹ്യൂമിഡിറ്റി ഡൗൺ ആയി വരുന്നുണ്ട്. അപ്പോൾ ഒരു 45 ആയതിനു ശേഷം നമുക്ക് ക്യാമറ അതുപോലെ തന്നെ സ്മാർട്ട് വാച്ച്, ഗിംബൽ അതുപോലെ ലെൻസൊക്കെ നമുക്ക് വെക്കാം. ഇപ്പം നിലവിൽ എൻ്റെ ഒരു Canon 200ൻ്റെ ഒരു ക്യാമറ അതിന് ലെൻസ് ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ ചെയ്തത് ക്യാമറ ഉപയോഗിക്കുന്നവർക്കും അതുപോലെ തന്നെ ക്യാമറയുടെ ലെൻസിൽ ഫംഗസ് ഒക്കെ ഉള്ളവർക്കും ഒന്ന് ഈ ഡ്രൈ ക്യാബിൻ പരിചയപ്പെടുത്തുക എന്നൊരു ഉദ്ദേശത്തോടാണ്. ഈ ഡ്രൈ ക്യാബിനെ പറ്റി ചില ആൾക്ക് അറിയും, ചില ആൾക്ക് അറിയാത്തവരുണ്ടാകും. അവർക്ക് ഇതൊന്ന് പരിചയപ്പെടുത്താൻ ഉദ്ദേശത്തോടെ ചെയ്തൊരു വീഡിയോ ആണിത്. അപ്പോൾ പല ആൾക്കാരും 10,000-80,000 കൊടുത്ത് ക്യാമറയും ലെൻസൊക്കെ വാങ്ങും. പക്ഷേ ചെറിയൊരു വില കൊടുത്ത് ഒരു 5000 കൊടുത്ത് ഡ്രൈ ക്യാബിൻ വാങ്ങി നമുക്ക് ഒരുപാട് ഉപകാരപ്പെടും. കഴിഞ്ഞ ദിവസം എൻ്റെ ക്യാമറയിൽ ഫുള്ള് ഫംഗസ് ആയിരുന്നു ലെൻസിൽ. അപ്പോൾ ഞാൻ സർവീസിന് കൊടുത്തപ്പോൾ ഒരു 3000 രൂപയ്ക്ക് അടുത്ത് വന്നു. അപ്പോൾ 2 പ്രാവശ്യം സർവീസ് ചെയ്യുന്ന പൈസ പോലും നമുക്ക് ഈ ഒരു ഡ്രൈ ക്യാബിൻ വാങ്ങാൻ വേണ്ട. ഞാനിപ്പോൾ നമ്മൾ ഡ്രൈ ക്യാബിനകത്ത് എൻ്റെ 2 ക്യാമറ അതുപോലെ തന്നെ ലെൻസ്, ഗിംബല് ഇതൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് സ്മാർട്ട് വാച്ച് ഇതൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെ കൊള്ളിൻ്റെ കപ്പാസിറ്റി നമുക്ക് ഈ ചെറിയൊരു ക്യാബിനകത്തുണ്ട്. അതുപോലെ തന്നെ ഇതിന് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഹ്യൂമിഡിറ്റിയും ഒക്കെ പ്രത്യേക രീതിക്കായതുകൊണ്ട് തന്നെ നല്ല രസമുള്ളൊരു കാലാവസ്ഥയാണ് ഈ ഡ്രൈ ക്യാബിനകത്ത്.
അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലെ വ്യത്യസ്തമായ ഒരു പുതിയ വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും ബൈ.